السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلكم الله ربكم لا إله إلا هو خالق كل شيء فاعبدوه وهو على كل شيء وكيل. لا تدركه الأبصار وهو يدرك الأبصار وهو اللطيف الخبير. صدق الله مولانا العظيم. الطهور شطر الإيمان. صدق رسول الله. إلهي لا تعذبني فإني مقر بالذي قد كان مني. إذا فكرت في ندمي عليها عللت أناملي غيظا بسني. يظن الناس بي خيرا وإني أشر الناس إن لم تعف عني. അർഹമുർറാഹിമായ നാഥൻ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാകപ്പിഴവുകളും വീഴ്ചകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പാപക്കറകളിൽ നിന്ന് സംശുദ്ധരായി മുത്തഖികളായി ജീവിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനിൻ്റെ തിളക്കത്തിനും തേജസ്സിനും കളങ്കം വരുത്തുന്ന പാകപ്പിഴവുകളിൽ നിന്ന് പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.
നമ്മുടെ ഹൃദയങ്ങളിൽ അല്ലാഹു അവനോടുള്ള മഹബ്ബത്തിനെ ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. ആ മഹബ്ബത്തിൻ്റെ ഊർജത്തിലുള്ള ഈമാൻ അല്ലാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. രോഗശമനം നൽകുമാറാകട്ടെ. സാമ്പത്തിക അഭിവൃദ്ധി നൽകുമാറാകട്ടെ. കടക്കണിയിൽപ്പെട്ട് ക്ലേശിക്കുന്നവർക്ക് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു സ്വർഗീയ പൂന്തോപ്പുകളാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സ്വർഗലോകത്ത് സംഗമിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൻ്റെയും അവനോടുള്ള മഹബ്ബത്തിൻ്റെയും മഹത്വങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഥവാ അല്ലാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ചർച്ചാ വിഷയം. നാം ചില അമലുകൾ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഈ മേഖലയിൽ വളരെ പിറകിലാണ് നാം വാസ്തവത്തിൽ ഉള്ളത്. യഥാവിധി റബ്ബു തആലയെക്കുറിച്ചുള്ള ബോധമോ അവനോടുള്ള മഹബ്ബത്തോ നമുക്ക് യഥാവിധി ഉണ്ടായിട്ടില്ല എന്നതാണ് ആത്മപരിശോധനയിലൂടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുക അങ്ങനെയായിരിക്കും. എന്തുകൊണ്ട് നമ്മുടെ നാഥനെ, നമ്മുടെ യജമാനനെ ഓരോ നിമിഷങ്ങളിലും വേണ്ടുന്ന അളവിൽ തന്ന് നമ്മെ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ ഉടമസ്ഥനോടുള്ള മഹബ്ബത്ത് എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നില്ല? അവനെക്കുറിച്ചുള്ള വിചാരവും ചിന്തയും ബോധവും എന്തുകൊണ്ട് നമ്മുടെ ഖൽബിൽ ഉദിക്കുന്നില്ല? അല്ലാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ ധാരാളം മറകളുണ്ട്. നമ്മോടുകൂടെ തന്നെയുള്ള നമ്മുടെ അല്ലാഹ്, നമ്മുടെ ഉടമസ്ഥൻ, നമ്മുടെ സംരക്ഷകൻ, ആ സംരക്ഷകന്റെയും നമ്മുടെയും ഇടയിൽ ധാരാളം മറകൾ വന്നിരിക്കുന്നു. മറകളുണ്ടായാൽ അപ്പുറത്തുള്ളത് കാണാൻ സാധിക്കില്ലല്ലോ. നല്ല കാഴ്ച ശക്തിയുള്ള ഒരാൾ രണ്ട് കണ്ണും അടച്ചു പിടിച്ചു നിന്നാൽ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ അയാൾക്ക് കാണാനാകുമോ? മുന്നിലുള്ള വസ്തുക്കളെ അയാൾക്ക് ദർശിക്കാനാകുമോ? ഇല്ല. കാരണം വളരെ വ്യക്തമാണ്. കാഴ്ചയുള്ള കണ്ണിന്റെയും വസ്തുക്കളുടെയും ഇടയിൽ കൺപോളകൾ മറയിടുന്നു. ഇതുപോലെ ഫകദാലിക അന്നൻ നഫ്സ മാദാമത് മഹ്ജൂബതൻ ബിഅവാരിദിൽ ബദനി വശഹവാത്, നമ്മുടെ ശാരീരിക ദുർഗുണങ്ങൾ, നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ, നമ്മുടെ ദേഹേച്ഛകൾ അല്ലാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ മറകളായി നിലകൊള്ളുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ നിലയിൽ പോകുമ്പോൾ ഫഇന്നഹാ ലാ തന്തഹി ഇലൽ മുശാഹദ, ഈ മറകൾ നിലനിൽക്കുന്ന കാലത്ത് ദുഷിച്ച വികാര പ്രവർത്തനങ്ങൾ അല്ലാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ മറയിട്ടിരിക്കുന്നു. ഈ മറയുള്ള കാലത്തോളം ഫഇന്നഹാ ലാ തന്തഹി ഇലൽ മുശാഹദ, നമ്മുടെ ഖൽബുകൊണ്ട് റബ്ബിനെ കാണാനോ അവനെക്കുറിച്ച് ചിന്തിക്കാനോ അവനെക്കുറിച്ച് ആലോചിക്കാനോ സാധിക്കുകയില്ല. കാരണം മറകൾ ശക്തമാണ്. നമ്മുടെ ദുഷിച്ച വിചാരങ്ങൾ, മനുഷ്യനുണ്ടാകുന്ന ദുർഗുണങ്ങൾ, ആ ദുർഗുണങ്ങളെ നിയന്ത്രിക്കാനും ദുർഗുണങ്ങളിൽ നിന്ന് സംസ്കരിക്കപ്പെടാനുമാണ് അല്ലാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളവരെ വിജയിക്കുകയുള്ളൂ എന്നും ഖുർആനിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മറകൾ ഇതിനൊരു പ്രതിബന്ധമാണ്, തടസ്സമാണ്. മാത്രമല്ല ബൽ ഹാദിഹിൽ ഹയാതു ഹിജാബുൻ അൻഹാ, അല്ലാഹുവിനെ യഥാവിധി മനസ്സിലാക്കാനും അല്ലാഹുവിനെ മറയില്ലാതെ കാണാനും ബൽ ഹാദിഹിൽ ഹയാതു ഹിജാബുൻ അൻഹാ, ഈ ദുനിയാവിലെ ജീവിതം തന്നെ അതിനു തടസ്സമാണ്, മറയാണ്. ഈ ദുനിയാവിലെ ജീവിതം തന്നെ അതിന് തടസ്സാണ്. ഏതിന്? അല്ലാഹുവിനെ മറയില്ലാതെ കാണാൻ ഈ ജീവിതം തന്നെ, ദുനിയാവിലെ ജീവിതം തന്നെ തടസ്സമാണ്.
ആരിഫുകളായ ആളുകൾ, അല്ലാഹുവിന്റെ നബിമാർ, വലിമാർ, അവരൊക്കെ ഈമാനിലൂടെ പുരോഗമിച്ചപ്പോ, അവരുടെ നെഞ്ചകങ്ങളെ ശുദ്ധീകരിച്ചപ്പോ, അവരുടെ ഖൽബുകൾ ഈമാനിന്റെ കെലിമയുടെ കെടാവിളക്കുകളായി പ്രശോഭിച്ചപ്പോ, അവരൊക്കെ അവരുടെ ഖൽബ് കൊണ്ട് റബ്ബിനെ കണ്ടു. പക്ഷേ അപ്പോഴും നേരിയ മറയുണ്ടായിരുന്നു. നേരിയ മറക്കപ്പുറത്ത് അവ്യക്തമായ നിലയിലുള്ള ഒരു കാഴ്ച, ഇതേ അവർക്കൊക്കെ ഹൃദയം കൊണ്ടും കാണാൻ സാധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട്? ഹാദിഹിൽ ഹയാത്തു ഹിജാബുൻ അൻഹാ, അല്ലാഹുവിനെ മനസ്സിലാക്കുന്നതിന്, അല്ലാഹുവിനെ കാണുന്നതിന് ഈ ലോക ജീവിതം, ഇവിടെയുള്ള ജീവിതം, ഇവിടത്തെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, മറയാണ്, തടസ്സമാണ്. അല്ലാഹു പറഞ്ഞല്ലോ, അവന്റെ വിശേഷണങ്ങളും അവന്റെ ഗുണങ്ങളും ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു ഭാഗത്ത് സൂറത്ത് അൻആമിന്റെ 102, 103, 104 വചനങ്ങളിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് നമ്മെ. ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു. ദാലികുമുല്ലാഹു റബ്ബുക്കും, ആ അല്ലാഹുവാണ് നിങ്ങളെ പോറ്റുന്നവൻ, ആ അല്ലാഹുവാണ് നിങ്ങളെ സംരക്ഷിക്കുന്നവൻ, ആ അല്ലാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല. ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദൂ, അവനാണ് എല്ലാ ചരാചരങ്ങൾക്കും പ്ലാനിട്ട് അതിനെ പടച്ചത്. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച സൃഷ്ടാവ് അവനാണ്. ഫഅബ്ദൂ, നിങ്ങൾ എല്ലാവരും അവനെ മാത്രം അനുസരിക്കുക, അവന് ഇബാദത്തിൽ കഴിയുക. വഹുവ അലാ കുല്ലി ശൈഇൻ വക്കീൽ, എല്ലാ കാര്യത്തിന്റെയും ചുമതല അവൻ ഏറ്റെടുത്തിരിക്കുന്നു. ആ അല്ലാഹു എല്ലാ കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിക്കാൻ പറ്റിയ വക്കീൽ അവൻ മാത്രമാകുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ വക്കീൽ. മനുഷ്യരോടൊരു കാര്യം പറയുമ്പോൾ ആ കേസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അതെന്റെ അധികാര പരിധിക്ക് പുറത്താണ്. അല്ലാഹു അവന്റെ മുന്നിൽ എല്ലാ കേസുകളും വെക്കാം, എല്ലാ സങ്കടങ്ങളും ബോധിപ്പിക്കാം, എല്ലാ പ്രതിസന്ധികളും അവന്റെ മുമ്പാകെ അവതരിപ്പിക്കാം. വഹുവ അലാ കുല്ലി ശൈഇൻ വക്കീൽ, എല്ലാം ഏറ്റെടുക്കാൻ പറ്റുന്ന വക്കീലാണ് അവൻ. തുടർന്ന് അല്ലാഹു പറയുന്നു, ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാറ വഹുവൽ ലതീഫുൽ ഖബീർ. ലാ തുദ്രികുഹുൽ അബ്സാർ, ദൃഷ്ടികൾക്ക് അവനെ കണ്ടെത്താൻ ആവില്ല, കണ്ണുകൾക്ക് അവനെ കണ്ടെത്താൻ സാധിക്കില്ല. ഈ അള്ളാഹുവിനെ പറഞ്ഞു പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹ് പറയാണ്, ലാ തുദ്രികുഹുൽ അബ്സാർ, ദൃഷ്ടികൾക്ക്, കണ്ണുകൾക്ക്, കാഴ്ചകൾക്ക് അവനെ കണ്ടെത്താനാവില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, എന്നാൽ എല്ലാ ദൃഷ്ടികളെയും അതിൻ്റെ ഉടമകളെയും അവൻ നിത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഹുവൽ ലതീഫുൽ ഖബീർ, അവൻ കരുണാമയൻ, അവൻ കൃപയുള്ളവൻ, അവൻ എല്ലാം അറിയുന്നവനുമാകുന്നു. സൂറത്ത് അൻആമിന്റെ 103-ാമത്തെ ആയത്തിൽ ഇതല്ല പറഞ്ഞപ്പോ നമുക്കൊരു ധാരണ ചിലപ്പോൾ ഉണ്ടായേക്കാം, അള്ളാനെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞല്ലോ, എന്നാ അവനെ അറിയാനും പറ്റൂല, അവനെ കുറിച്ചൊന്നും ചിന്തിക്കാനും പറ്റൂല. കാരണം അവൻ ചിന്തയ്ക്കും ഭാവനയ്ക്കും ദൃഷ്ടിക്കുമെല്ലാം അതീതനാണ്. അതുകൊണ്ട് ഒരു നിലക്കും നീ അവനെ കുറിച്ച് ആലോചിക്കണ്ട, അവന്റെ ദൂതന്മാർ പറഞ്ഞത് അങ്ങോട്ട് ചെയ്യാം, അവൻ നബിമാരിലൂടെ നമ്മോട് അറിയിച്ച കാര്യങ്ങൾ ചെയ്യാന്നല്ലാതെ ഇനി അവനെ കാണൂല എന്ന് അവൻ തന്നെ പറഞ്ഞു തന്നല്ലോ. അതുകൊണ്ട് ഇനി കാണൂല എന്നതിനൊപ്പം നീ അവനെ കുറിച്ച് ചിന്തിക്കണ്ട, കൽബുകൊണ്ടും അവനെ കാണാൻ പറ്റൂല എന്ന അബദ്ധധാരണ വരാതിരിക്കാൻ വേണ്ടി സൂറത്ത് അൻആമിന്റെ 104-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും
ഖദ് ജാഅകും ബസായിറു മിർ റബ്ബികും ഫമൻ അബ്സറ ഫലിനഫ്സി വമൻ അമിയ ഫഅലൈഹാ വമാ അന അലൈക്കും ബിഹഫീൽ. ദൃഷ്ടികൾക്ക് അവനെ കണ്ടെത്താനാവില്ല, കണ്ണുകൾക്കൊന്നും അവനെ കാണാനാകില്ല. അവൻ ചിന്തയ്ക്കും ഭാവനകൾക്കും ദൃഷ്ടികൾക്കും കണ്ണുകൾക്കും അതീതനാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഖദ് ജാഅകും ബസായിറു മിർ റബ്ബികും. നിങ്ങൾ പേടിക്കണ്ട. ഖദ് ജാഅകും, നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. അള്ളാഹു പറയുന്നു ഖദ് ജാഅകും, നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തിയിരിക്കുന്നു. എന്ത്? ബസായിറു മിർ റബ്ബികും, നിങ്ങളുടെ ഉടമസ്ഥന്റെ ഭാഗത്ത് നിന്നുള്ള ഉൾക്കാഴ്ചയുടെ വെളിച്ചം. മനസ്സിലാവണില്ലേ? നിസ്കാരത്തിന്റെ ഷർത്തും ഫർദും പറയുന്ന മാതിരി അത് കേൾക്കണ മാതിരി കേട്ടാ തിരിയൂല. നിങ്ങളുടെ മുന്നിൽ വന്നെത്തിയിരിക്കുന്നു എന്ത്? ബസായിറു മിർ റബ്ബികും, നിങ്ങളുടെ നാഥനിങ്കൽ നിന്നുള്ള ഉൾക്കാഴ്ചയുടെ വെളിച്ചം. അതേ കൽബിന്റെ കണ്ണ്, കൽബിന്റെ കാഴ്ച അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന്, അവന്റെ ചാരത്ത് നിന്ന് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് ഉൾക്കാഴ്ചയുടെ വെളിച്ചം നിങ്ങളിൽ എത്തിയിട്ടുണ്ട്. എവിടെയത്? ഉൾക്കാഴ്ചയുടെ വെളിച്ചം അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നെത്തിയിട്ടുണ്ട്, തീർച്ച. എവിടെയത്? അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനീകമായ ഉലൂമുകളാണ്. ഖുർആൻ എന്ന ജ്ഞാനഭണ്ഡാരത്തിൽ നിന്നുള്ള മണിമുത്തുകളാണ്, പ്രഭയാണ്, തൗഹീദിന്റെ പൊൻകിരണങ്ങളാണ്, പൊൻപ്രഭയാണ്. ഖുർആനീക ഉലൂമുകൾ പരിശുദ്ധ ഖുർആനാണത്. ആ ഖുർആൻ നിങ്ങളുടെ കൽബുകളിൽ കാഴ്ചയിട്ട് തരും. റബ്ബിങ്കൽ നിന്നുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. ആ ഖുർആൻ നിങ്ങൾ ഓതുക മാത്രമല്ല, ഖുർആൻ ഓതിയിട്ട് തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങണം. റുബ്ബഖാരിയിൻ, ചില ഓത്തുകാരുണ്ട്, അവരുടെ പാരായണം ഹൽഖിന് താഴേക്ക് ഇറങ്ങുകയില്ലെന്ന് മുത്തുനബി പറഞ്ഞല്ലോ. ഇങ്ങോട്ട് ഇറങ്ങണം. ഇറങ്ങി കിട്ടിയാൽ അവന്റെ കൽബിന്റെ കണ്ണിന് കാഴ്ച കൂടും, പവർ കൂടും. അങ്ങനെ ഒരാൾക്ക് അത് കിട്ടി. ഫമൻ അബ്സറ ഫലിനഫ്സി, കൽബിന്റെ കണ്ണുകൊണ്ട് അവൻ നോക്കേണ്ടതെല്ലാം നോക്കിക്കണ്ടാൽ ഫലിനഫ്സിഹി, അതിന്റെ നേട്ടവും ഗുണവും അവന് കിട്ടും. അള്ളാഹു പറയുന്നു, എന്നെ കാണാൻ പറ്റൂല കേട്ടോ, നിങ്ങളെ കണ്ണുകൊണ്ട് എന്നെ കാണാൻ പറ്റൂല, പക്ഷേ എന്നിൽ നിന്ന് ഉൾക്കാഴ്ച നിങ്ങളിലേക്ക്, ഉൾക്കാഴ്ചയുടെ വെളിച്ചം നിങ്ങളിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തി ഫമൻ അബ്സറ ഫലിനഫ്സി, ആ കാഴ്ച ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആൻ എന്ന ഉലൂം, ഖുർആൻ എന്ന് പറയുന്ന ബസായിറിന്റെ ഭണ്ഡാരം ഹൃദയത്തിൽ പ്രവേശിപ്പിക്കുമ്പോ ഹൃദയത്തിന് കാഴ്ചയുണ്ടാകും. ആ കാഴ്ച കൊണ്ടവൻ അവന്റെ നാഥനെ നോക്കി കാണുമ്പോ ഫലിനഫ്സിഹി, അതിന്റെ നേട്ടം അവന് കിട്ടും. വമൻ അമിയ ഫഅലൈഹാ, മനക്കണ്ണിന് കാഴ്ചയുണ്ടാക്കാതെ അന്ധനായി ഭൂമുഖത്ത് ജീവിച്ച് മരിച്ചുപോയ ആൾ ഫഅലൈഹാ, അതിന്റെ നാശനഷ്ടങ്ങൾ, പ്രത്യാഘാതങ്ങൾ അവന് കാണേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ഖുർആൻ വെച്ച് നീ ചിന്തിക്കാൻ തയ്യാറാകുന്നില്ലേ, അടി കിട്ടും നിനക്ക്. ആ അടി ദുനിയാവിലുണ്ടാകും. ദുനിയാവിൽ എന്താ ആ അടി? ടെൻഷൻ നിറഞ്ഞ ജീവിതം. നാറുല്ലാഹി അല്ലത്തി തത്തലിഉ അലൽ അഫ്ഇദ, അള്ളാഹുവിന്റെ അഗ്നി, അള്ളാഹുവിന്റെ തീ. എവിടെയാണ് ആ തീ കത്തുന്നത്? ഹൃദയത്തിൽ കത്തുന്ന തീ. ഇതൊരു നരകമാണ്. ആ നരകത്തിന്റെ ഒരു സാമ്പിളാണ് ടെൻഷൻ. ദുനിയാവിൽ അവന് നരകാവും. കാരണം എന്താ? അള്ളാഹ് കൊടുത്ത വെളിച്ചം അവൻ ഉപയോഗപ്പെടുത്തിയില്ല. ഖുർആൻ അവൻ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് ധരിച്ചു മുന്നോട്ട് പോയി. ഖുർആനിന്റെ വാഹകരെ അവൻ ബഹുമാനിച്ചില്ല. പരിശുദ്ധ ഖുർആനിന്റെ ജഡം പേറി ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെപ്പോലെ ഞാനൊരു മുസൽമാനാണെന്ന് അവകാശപ്പെട്ട് ജീവിച്ചു. കാര്യമില്ല. അതിലുള്ള വെളിച്ചം അവന്റെ നെഞ്ചകത്തെ പ്രഭാപൂരിതമാക്കണം. ആ ഉൾക്കണ്ണുകൊണ്ട് അവൻ അവന്റെ നാഥനെ കാണണം. കണ്ടാൽ ഫലിനഫ്സിഹി, അവൻ അതിന്റെ നേട്ടം കിട്ടും. വമൻ അമിയ ഫഅലൈഹാ, അവൻ അന്ധനായി ജീവിച്ചാൽ അതിന്റെ
ദൂഷ്യവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അള്ളാഹനെ ഒരു മറയില്ലാതെ നമ്മൾ കാണും. ഇവിടെ മരിച്ചു എന്നാൽ ഈ ജീവിതം നേർക്കുനേരെ കാണുന്നതിന് തടസ്സമാണെന്ന് പറഞ്ഞല്ലോ. നേർക്കുനേരെ കാണാൻ പറ്റും ഈ ജീവിതം കഴിഞ്ഞ് മരിച്ചു പോകുമ്പോൾ അല്ലേ. ഇലാ റബ്ബിഹാ നാളിറ വവുജൂഹു യൗമഇദിൻ ബാസിറ തളുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ വുജൂഹു യൗമഇദിൻ നാളിറ. ആ ദിനം ചില കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു കാണാം. ആ ദിനം ആഖിറത്തിലെ ദിനത്തിൽ ചില കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു നിൽക്കും. ഇലാ റബ്ബിഹാ നാളിറ. ആ കണ്ണുകൾ നേരിട്ടിരിക്കുന്നത്, അവരുടെ മുഖങ്ങൾ നേരിട്ടിരിക്കുന്നത് ഇലാ റബ്ബിഹാ, ആ കണ്ണുകളുടെ മുഖങ്ങളുടെ ഉടമസ്ഥനിലേക്കായിരിക്കും. ഉടമസ്ഥനെ നോക്കിക്കൊണ്ടിരിക്കും ചില മുഖങ്ങൾ. അന്ന് അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ചില മുഖങ്ങൾ അന്ന് വിഷാദം നിറഞ്ഞ് കഥനഭാരത്താൽ വീർത്ത നിലയിലായിരിക്കും ചില മുഖങ്ങൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ മരിച്ചു ചെന്നാൽ മുഅ്മിനീങ്ങൾക്ക് മറയില്ലാത്ത വിധം നമ്മുടെ നാഥനെ ദർശിക്കാനാകും. എന്ന് വെച്ചാൽ സത്യവിശ്വാസികൾ എല്ലാവരും മരിച്ചു പോയാൽ ആദ്യം തന്നെ കാണൂല. അതിനുള്ള യോഗ്യതകൾ നേടണം. അതിനിടയിൽ ചില പ്രതിബന്ധങ്ങൾ തരണം ചെയ്യണം. എന്നാലേ മുഅ്മിനീങ്ങളും കാണുള്ളൂ. കാരണം എന്താ? ദുന്യാവിൽ നിന്ന് മരിച്ചു പോകുന്ന മനുഷ്യർ പല വിധത്തിലാണല്ലോ പോകുന്നത്. ഒരു വിഭാഗം ആളുകൾ മരിച്ചു പോകുമ്പോൾ പാപത്തിന്റെ മാലിന്യത്തിൽ കിടന്നിട്ട് കറ പിടിച്ച് ഇസ്വദ്ദൽ ഖൽബു കുല്ലുഹു, അവരുടെ ഹൃദയം മുഴുവൻ കറുത്തിരുണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് പറയപ്പെട്ട ആ ഗ്രൂപ്പ്, അവരുടെ നഫ്സ് പാപങ്ങൾ കാരണം നശിച്ചിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് മരിച്ചു ചെന്നാൽ ഫലാ യുഖ്ബലുൽ ഇസ്ലാഹു, അതൊന്ന് കഴുകി നന്നാക്കിയെടുക്കാൻ പറ്റാത്ത വിധം കേടുവന്നിട്ടുണ്ടാകും അത്തരം നഫ്സുകൾ. വഹാഉലാഇ ഹുമുൽ മഹ്ജൂബൂന അൻ റബ്ബിഹിം അബദൽ ആബാദ്. ഈ ഗ്രൂപ്പ് അവരുടെ നാഥനെ ഒരു കാലത്തും കാണില്ല. നഊദു ബില്ലാഹി മിൻ ദാലിക്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്ത് പാപങ്ങൾ ചെയ്ത് ഖൽബ് മുഴുവൻ കറുത്തിരുണ്ട് അവന്റെ നഫ്സ് നശിച്ചു പോയി കഴിഞ്ഞാൽ ഫലാ യുഖ്ബലുൽ ഇസ്ലാഹു. മരിച്ചു ചെന്നിട്ട് പരലോകത്ത് വെച്ചിട്ട് ഒരു സമുദ്ധരിക്കലുണ്ട്. ഇവിടുന്ന് സ്വയം സമുദ്ധരിക്കാത്ത ആളുകളെ അള്ളാഹ് അവിടുന്ന് നന്നാക്കും. ചിലപ്പോ അങ്ങനെ ഒരു വേദി ഉണ്ട് അവിടെ. നമ്മൾ അത് മനസ്സിലാക്കണം. ഇങ്ങനെ നന്നാക്കിയെടുക്കാൻ പറ്റാത്ത വിധം നശിച്ചുപോയ നഫ്സുകൾ, വഹാഉലാഇ, ഈ ഗ്രൂപ്പ്, മഹ്ജൂബൂന അൻ റബ്ബിഹിം, അവരുടെ നാഥനിൽ നിന്ന് അവർ മറയുടെ ഇപ്പുറത്തായിരിക്കും. അബദൽ ആബാദ്, കാലാകാലവും. ഇങ്ങനെ ഒരു ഗ്രൂപ്പ്. എന്നാൽ വമിൻഹ, മരിച്ചു പോകുന്ന ആത്മാക്കളിൽ ചിലത്, ലം യന്തഹി ഇലാ ഹദ്ദിറൈനി വലം യഖ്റുജ് അൻ ഖബൂലി തസ്കിയ. ഇമാം വസ്സാലി റഹിമഹുല്ല അതിനുള്ള ഭാഷ ഇങ്ങനെയാണ് പറഞ്ഞത്. എന്ത്? പാപക്കറകളുണ്ട്, തെറ്റുകുറ്റങ്ങളുണ്ട്. ആ തെറ്റുകുറ്റങ്ങൾ കൽബിൽ കറ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വലം യഖ്റുജ് അൻ ഖബൂലി തസ്കിയ, നന്നാക്കിയെടുക്കാൻ പറ്റും. ഈമാൻ, അസ്ല് ഈമാൻ കൽബിലുണ്ട്. വിശ്വാസം കറക്റ്റായിരുന്നു. പക്ഷേ പാപങ്ങൾ ചെയ്തതുകൊണ്ട് അല്പം മാലിന്യങ്ങളും കറകളൊക്കെ നഫ്സിലുണ്ട്, കൽബിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ അള്ളാഹു നരകത്തിലിട്ടൊന്ന് കാച്ചിയെടുക്കും. കാച്ചിയെടുക്കുമ്പോൾ അതിൻ്റെ മാറ്റു കൂടും, അതിലെ കറ പോവും. കരുവാന്റെ ആലയില് തുരുമ്പ് പിടിച്ച ഇരുമ്പ് തീയിലിട്ടിട്ടൊന്നും എടുത്താൽ തുരുമ്പ് പോകും, അത് നന്നാകും. ഇതുപോലെ മുഅ്മിനീങ്ങളെ അള്ളാഹ് നരകത്തിലിടുന്നത് അതിനു വേണ്ടിയാ. ഏതിന്? അവന്റെ ആ കറയൊക്കെ പോക്കിയിട്ട് അള്ളാഹനെ കാണാനുള്ള യോഗ്യത അവനുണ്ടാകാൻ. പാപക്കറകൾ ഉണ്ടെങ്കിലും നന്നാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ ചില ആത്മാക്കൾ ഭൗതിക ലോകം വിട്ട് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പറന്നു ചെല്ലും. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിനെ ആ സമയം കാണില്ല. കാണാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടി അള്ളാഹു നരകത്തില് ഒന്നങ്ങ് പ്രവേശിപ്പിക്കും.
എത്ര നരകത്തിൽ കിടത്തുക? ഇവന്റെ മാലിന്യത്തിനനുസരിച്ച് കിടത്തും. ഇതൊന്ന് നന്നായി വരാൻ എത്ര ടൈം പിടിക്കും അത്ര ടൈം നരകത്തിലിടും. എന്നിട്ടൊന്ന് കാച്ചി എടുക്കണത് ക്ലിയർ ആയി കിട്ടണ്ടേ? ഇതിന്റെ മിനിമവും മാക്സിമവും ഹദീസിൽ കാണാം. പാപികളായ അടിമകൾ മരിച്ചു ചെന്നാല് നരകത്ത് കിടക്കേണ്ടി വരും. കിടക്കുന്നതിന്റെ കാലാവധി ദുർബലമായ ഒരു സെക്കൻഡ്, ഒരു നിമിഷം. ഒന്നങ്ങോട്ട് നരകത്തിൽ പ്രവേശിപ്പിച്ച അപ്പം തന്നെ എടുക്കും. ഇവന്റെ പാപക്കറ നീങ്ങി അപ്പം തന്നെ. ഇങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഏറ്റവും കൂടുതൽ നരകത്തിൽ പാർക്കുന്ന മുഅ്മിനീങ്ങളുടെ കാലാവധി റസൂലുള്ളാഹി പറഞ്ഞു. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്ന അഖ്സൽ മക്സി ഫിന്നാരി ഫീ ഹഖ്ഖിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൂടുതൽ കാലം നരകത്തിൽ കിടക്കുന്നത്, നരകത്തിൽ താമസിക്കുന്നത്, മുഅ്മിനീങ്ങളിൽ നിന്ന് കൂടുതൽ കാലം നരകത്തിൽ വസിക്കുന്നവർ, അവർ വസിക്കുന്നതിന്റെ കാലപരിധി, കാലം 7,000 സന, 7000 വർഷം. അത് അത്രേ ഉള്ളൂല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തിന് 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ട് ആഖിറത്തിലെ ഒരു ദിവസത്തിനെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് 7000 കൊല്ലല്ലേ, അത് കഴിഞ്ഞാലും രക്ഷപ്പെടാലോ. ഇപ്പം അങ്ങോട്ട് ജീവിക്കാൻ തോന്നിയ മാതിരി എന്നൊന്നും ആരും വിചാരിക്കണ്ട. 7000 വർഷം കടക്കുന്നവരുണ്ട്. അങ്ങനെ പാപക്കറകളിൽ നിന്ന് അള്ളാഹു ശുദ്ധീകരിച്ചിട്ട് അള്ളാഹുവിന്റെ ലിഖാഇനുള്ള അവസരവും അധികാരവും അള്ളാഹു അവർക്ക് നൽകും. ദുന്യാവിൽ നിന്ന് പാപക്കറകൾ പുരളാതെ ആരാ മരിച്ചു പോകുന്നത്? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തവർ ആരാ? അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നരകം വാജിബാണ്. എല്ലാവർക്കും നരകം വാജിബാണ്. വലൻ തർതഹില നഫ്സുൻ അൻ ഹാദൽ ആലം, ഈ ലോകത്ത് നിന്ന് ഒരു നഫ്സും മരിച്ചു പോകുന്നില്ല. ഇല്ലാ വയസ്ഹബുഹാ വബ്റത്തുൻ വകദൂറത്തും വഇൻ ഖല്ലത്, എന്തെങ്കിലും ഒരു പാപത്തിന്റെ കറ പുരളാതെ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാതെ ഒരു നഫ്സും ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കറ അവിടെ കുടുങ്ങുമ്പോൾ അത് ശുദ്ധീകരിക്കൽ നിർബന്ധമായി വരും. വലിദാലിക ഖാല അല്ലാഹു തആല, ഇതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് സൂറത്ത് മറിയമിന്റെ 71-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത്, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയാ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറു الظالمين فيها جثيا വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിൽ കേറാത്ത ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. ഇത് ഖുർആനാണ് കേട്ടോ. വഇൻ മിൻകും, മാവ ഇല്ല കൊണ്ട് ഹസറാക്കിയാൽ എന്താ? ആലിമീങ്ങൾ ഇവിടെ ഉണ്ട്, അറബി ഭാഷാ സാഹിത്യത്തിൽ പറയുന്ന ഭാഷ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, വഇൻ മിൻകും, നിങ്ങളിൽ ഒരാളും ഇല്ല കേട്ടോ. എങ്ങനെയായിട്ടല്ലാതെ? ഇല്ലാ വാരിദുഹാ, നരകത്തിൽ കയറാത്ത നിലയിൽ നിങ്ങളിൽ ഒരാളും ഇല്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, ഇത് അള്ളാഹു ഒരു നിർബന്ധ ബാധ്യതയായി തീരുമാനിച്ച കാര്യമാണ്. ഹത്മൻ മഖ്ളിയ, അവന്റെ വിധിയിലെ നിർബന്ധമായ കാര്യമായി അള്ളാഹു അത് എടുത്തിട്ടുണ്ട്. എന്ത്? എല്ലാരും നരകത്തിൽ കയറ്റുക എന്നുള്ളത്. ശേഷം നാം തഖ്വയുള്ളവരെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, കരകേറ്റും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ, അക്രമികളെ ആ നരകത്തിൽ തന്നെ മുട്ടുകുത്തി ഇരുത്തിയിട്ട് അവിടെ ഇട്ടേച്ചു പോരും. അള്ളാഹു പറയുന്നു എല്ലാരും കേറ്റും നരകത്തിൽ. എന്നിട്ട് സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, തഖ്വയുള്ള ആളുകളെ നാം അതിൽ നിന്ന് രക്ഷപ്പെടുത്തും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ, അക്രമികളെ അതിൽ തന്നെ മുട്ടുകുത്തി ഇരുത്തിയിട്ട് അള്ളാഹു ഇങ്ങോട്ട് തിരിച്ചു. അവരെ ശ്രദ്ധ, പിന്നെ അള്ളാന്റെ ശ്രദ്ധ അവരിലേക്ക് പോകില്ല, അവിടെ കിടത്തും. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ലാ യബ്ഖാ ബർറുൻ വലാ ഫാജിറുൻ ഇല്ലാ ദഖലഹാ, ഒരു ഗുണവാനും ഒരു ഉത്തമനും ഒരു തെമ്മാടിയുമില്ല നരകത്തിൽ പോകാതെ. എല്ലാ ഉത്തമനും നല്ലവനും തെമ്മാടിയും എല്ലാം നരകത്തിൽ പോകും. ഈ വഴുത് കേട്ടാൽ ഏതായാലും പോവും, എന്നാ പിന്നെ തോന്നിയ മാതിരി ആയിക്കൂടെ?
ഇതെങ്ങനായാലും പൂച്ചയെ പിടിച്ച് മേലേക്ക് ഇട്ട മാതിരിയ, വീഴുമ്പോൾ 4 കാലും കീഴ്പോട്ട് എന്ന് പറഞ്ഞായിരിക്കുക. നല്ലത് വഴുതു പറഞ്ഞെടുത്താലും ആവശ്യമില്ലാത്തതാണ്ട് വായിച്ചെടുക്കും. ഏതായാലും നരകത്തി പോകുന്നതാണ് പെരുമ്പാവൂർ പള്ളിയിലെ വഴുത്. അതുകൊണ്ട് ഇച്ചിരി അങ്ങോട്ട് മിനിങ്ങിക്കളയാ, സ്വർഗം ഇവിടെ തന്നെ ആക്കുക. അവിടുത്തെ കാര്യം സംശയമാണല്ലോ, നരകം ഉറപ്പാന്നപ്പോൾ വഴുത് കേട്ടത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ യബ്ഖാ ബർറുൻ വലാ ഫാജിറുൻ, ഒരു നല്ലവനും ഒരു ചീത്ത ആളും നരകത്തിൽ പ്രവേശിക്കാതെ രക്ഷപ്പെടുകയില്ല. എന്നാൽ ഫതകൂനു അലൽ മുഅ്മിനീന ബർദൻ വസലാമ, സത്യവിശ്വാസികളായ സജ്ജനങ്ങൾക്ക് നരകം ബർദും സലാമുമാകും, തണുപ്പും രക്ഷയുമാകും. കമാ കാനത്ത് അലാ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്ക് അഗ്നി ബർദൻ വസലാമ, തണുപ്പും രക്ഷയും ആയതുപോലെ മുഅ്മിനീങ്ങൾക്ക് നരകം തണുപ്പും രക്ഷയും ആയി രൂപാന്തരപ്പെടും. മാത്രല്ല ഇത് സ്വർഗവാസികൾ അറിയില്ല. തഫ്സീറിൽ കാണാം, ഈ ആയത്തിന്റെ തഫ്സീർ ഞാൻ ഇബ്നു കസീർ എടുത്ത് വായിച്ചപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാല അഹ്ലുൽ ജന്നത്തി ബഅദമാ ദഖലു അൽ ജന്ന, സ്വർഗവാസികളായ ആളുകൾ, സജ്ജനങ്ങളായ ആളുകൾ പറയും സ്വർഗത്തിൽ അവർ എത്തിപ്പെട്ടതിനു ശേഷം. സ്വർഗക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശനം കിട്ടി അവർ സ്വർഗത്തിൽ ചെന്നിരിക്കുമ്പോൾ പറയും, അലം യഇദ്നാ റബ്ബുനാ അൽ വുറൂദ അലന്നാർ, നമ്മളെ പടച്ചോന് നമ്മളോടൊരു കരാറ് ചെയ്തിരുന്നല്ലോ ഖുർആനിലൂടെ, നരകത്തിൽ പോകേണ്ടി വരുന്ന് നമ്മളാരും പോയില്ലല്ലോ. സ്വർഗക്കാരായ ആളുകൾ സ്വർഗത്തിലെത്തിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവർ പറയാൻ, അലം യഇദ്നാ റബ്ബുനാ അൽ വുറൂദ അലന്നാർ, പടച്ച റബ്ബ് ഖുർആനിലൂടെ പറഞ്ഞല്ലോ നിങ്ങളിൽ ഒരൊറ്റ എണ്ണം നരകത്തിൽ കയറാതെ കഴിച്ചിലാവില്ല എന്ന് പറഞ്ഞിട്ട് എന്തിപ്പം നമുക്ക് പറ്റിയും തയ്യില. അവിടെ നിന്ന് പ്രഖ്യാപനം വരും, ചങ്ങാതിമാരെ ഖദ് മറർത്തും അലൈഹ, നിങ്ങൾ ആ വഴിക്കാ വന്നത്, നരക വഴിക്കാ വന്നത്. വഹിയ ഹാമിദ, ആ സമയത്ത് അതിന്റെ അഗ്നി അണച്ചിരുന്നു നാം. അള്ളാഹു പറയാൻ, അല്ലെങ്കിൽ അള്ളാഹു അതിന്റെ ആ അഗ്നിയുടെ ചൂടിനെ ശമിപ്പിച്ച് ബർദും സലാമുമാക്കി മാറ്റിയിരുന്നു. അതുകൊണ്ട് നിങ്ങളത് അറിഞ്ഞില്ല എന്ന് മാത്രം, സംഭവം നിങ്ങൾ ആ വഴിക്ക് തന്നെയാണ് കയറി പോന്നിരിക്കുന്നത്. ബഹുമഹത്തുക്കളായ സ്വഹാബത്തൊക്കെ ഈ ആയത്ത് കേട്ട് പേടിച്ചു. നമ്മളിപ്പോ എന്താ മുഅ്മിനീങ്ങൾ കേറുമല്ലേ, കേറുമ്പോൾ ഈ നിലക്കല്ലേ കയറ്റ, അപ്പൊ കുഴപ്പമില്ല. അങ്ങനല്ല, സ്വഹാബികൾ ഈ ആയത്ത് ഓതിയിട്ട് ബേജാറായി. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻ, കാന അബ്ദുല്ലാഹിബ്നു റവാഹ പ്രസിദ്ധ സ്വഹാബിയാണ്. വാലിഅൻ റഅസഹു ഫീ ഹിജ്രി ഇംറഅതിഹി വകാന മരീള, രോഗിയായ സമയത്ത് ആ ധീരനായ ഭക്തനായ സ്വഹാബി ഭാര്യയുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്, തലവെച്ച് കിടക്കുകയാണ്. ഫബകാ, ഒരൊറ്റ കരച്ചില്. ഭാര്യയുടെ മടിത്തട്ടിൽ കിടക്കുന്ന രോഗിയായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പെട്ടെന്നൊരു കരച്ചിലാണ്. ആ കരച്ചിൽ കണ്ടപ്പോ ഫബക്കത്ത് ഇംറഅതുഹു, ഭാര്യയും പൊട്ടിക്കരഞ്ഞുപോയി. ഭാര്യയും കരഞ്ഞു. ഭാര്യ കരഞ്ഞപ്പോ അദ്ദേഹം തല ഉയർത്തിയിട്ട് ചോദിച്ചു, ഫഖാല മാ യുബ്കീകി, പെണ്ണെ നീ എന്തിനാപ്പ കരയുന്നത്? ഫഖാലത്ത്, മഹദി പറഞ്ഞു, റഅയ്തുക തബ്കീ ഫബകൈതു, നിങ്ങൾ കരഞ്ഞണ്ടപ്പോ ഞാനോട് കരഞ്ഞു. എനിക്കിപ്പോ കാരണമൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ചില കഥയൊക്കെ ഓർമ്മയുണ്ട്, ഇപ്പൊ ഞാനത് പറയുന്നില്ല, ഈ സമയത്ത് പറയാൻ പറ്റില്ല. ഭാര്യയും ഭർത്താവും അങ്ങനെയല്ലേ. അപ്പോ അങ്ങയുടെ കരച്ചിൽ കണ്ടപ്പോ എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ അതാ കരഞ്ഞെന്ന് ഭാര്യ പറഞ്ഞപ്പോ ഫഖാല റളിയല്ലാഹു അൻ, അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? പെണ്ണേ, ഞാൻ കരയാൻ കാരണം ദക്കർതു ഖൗലല്ലാഹി അസ്സ വജൽ, പടച്ച റബ്ബിന്റെ ഒരു വാക്ക് ഞാൻ ഓർത്തുപോയി. വ ഇമ്മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ എല്ലാവരും നരകത്തിൽ പോകുമെന്ന ആ ആയത്ത് ഞാൻ ഓർത്തു. ഫലാ അദ്രി അൻജു മിൻഹാ അംല, ഞാനും നരകത്തിൽ പോകുമല്ലോ, പോയതിനു ശേഷം ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നെനിക്കറിയില്ലല്ലോ. ഫകുല്ലു നഫ്സിൻ മുസ്തൈഖിനത്തുൻ ലിൽ വുറൂദി അലന്നാർ, മനുഷ്യന്റെ മുന്നിൽ നരകം ഉറപ്പാൻ, സ്വർഗം സാധ്യതയും. എന്ത്? മനുഷ്യന്റെ മുന്നിൽ നരകം ഉറപ്പാൻ, സ്വർഗം സാധ്യതയും. ഉറപ്പുള്ള നരകത്തിൽ നിന്ന് സാധ്യതയുള്ള സ്വർഗത്തിലേക്കാണ് മനുഷ്യന്റെ പ്രയാണം. ഇത് ലോട്ടറി ടിക്കറ്റ് എടുക്കണ മാതിരിയായിട്ടാണോ? ഇതിപ്പോ എത്ര ബഈദാണല്ലോ പറഞ്ഞു തരും. നമ്മൾ അധ്വാനിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഈ ആശയങ്ങളൊക്കെ നമുക്ക് തുറന്നു തരികയാണ്. നിങ്ങൾ അലസന്മാരായി മടിയന്മാരായി ഇരിക്കരുത്, നിങ്ങൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം. പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു മുഅ്മിനീങ്ങളായ ആളുകൾ, സജ്ജനങ്ങളായ ആളുകൾ, അവരിലെ പാപങ്ങളിൽ നിന്ന് അവരെ കഴുകിയെടുത്തിട്ട്
ലിഖാഇനുള്ള ചാൻസ് കൊടുക്കും. ചുരുക്കത്തിൽ ദുനിയാവിൽ കൽബ് കൊണ്ട് റബ്ബിനെ അറിഞ്ഞ് സ്നേഹിച്ച് കൽബിന്റെ കണ്ണുകൊണ്ട് കാണുന്നവർക്ക് മാത്രമേ ആഖിറത്തിൽ ലിഖാഇന്റെ നേർക്കുനേരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ. ലിഅന്നൽ മഅരിഫത ഹിയൽ ബദ്റു, അല്ലാഹുവിനെ കുറിച്ചുള്ള ശക്തമായ ബോധവും അവനോടുള്ള സ്നേഹവുമാണ് വിത്ത്. യൻഖലിബു ഫിൽ ആഖിറതി മുശാഹദതൻ, ഈ വിത്താണ് അള്ളാഹിനോടുള്ള ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള സ്നേഹം. ഈ വിത്താണ് യൻഖലിബു ഫിൽ ആഖിറതി മുശാഹദ, ആഖിറത്തിൽ കാഴ്ചക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാനുള്ള ചാൻസിനുള്ള വിത്ത് ഇതാണ്. വമല്ലാൻ കമാ തൻഖലിബുൻ നവാതു ശജറതൻ, ഇത്തിരി വലിപ്പമുള്ള ഒരു ഈത്തപ്പനക്കുരു ഷജറത്തൻ, ഒരു വലിയ ഈത്തപ്പന മരമായി വളരുന്നത് പോലെ. കർഷകൻ ഭൂമിയിൽ വിത്തെറിയാതെ അവനെങ്ങനെ വിള ലഭിക്കും? അവനെങ്ങനെ ഫലം ലഭിക്കും? വിത്തിട്ടവർക്കേ കൊയ്യാനാകുള്ളൂ. അതുകൊണ്ട് ദുന്യാവിൽ വിത്ത് വിതക്കണം, മഅരിഫത്തിന്റെ വിത്ത് വിതക്കണം. അവർക്ക് ലിഖാഇന്റെ ഭാഗ്യം അല്ലാഹു ആഖിറത്ത് കൊടുക്കുള്ളൂ. ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വമൻ കാന ഫീ ഹാദിഹി അഅമ ഫഹുവ ഫിൽ ആഖിറതി അഅമ വഅളല്ലു സബീല. ഈ ദുനിയാവിൽ അന്ധന്മാർ ആരൊക്കെയാണോ ഫഹുവ ഫിൽ ആഖിറതി അഅമ, അവർ പരലോകത്തും അന്ധന്മാരായിരിക്കും. പ്ലസ് വഅളല്ലു സബീല, ദുനിയാവിലെ അന്ധത പോലെ ആയിരിക്കില്ല, വല്ലാത്ത വഴികേടിലും പിഴവിലും അന്ധകാരത്തിലും അവൻ അവിടെ തപ്പിത്തടയേണ്ടി വരും. എന്താ ഈ പറഞ്ഞത്? വമൻ കാന ഫീ ഹാദിഹി അഅമ, ദുനിയാവിൽ അന്ധർ ആരൊക്കെയോ ഫഹുവ ഫിൽ ആഖിറതി അഅമ, അവിടെ അന്ധർ ദുന്യാവിൽ അന്ധരാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ കണ്ണൊട്ടന്മാരൊക്കെ അവിടെ കണ്ണൊട്ടന്മാരായിട്ട് വടികുത്തി മഹ്ശറയിലേക്ക് വരും. മുന്നിലൊന്നും തടയാനും തടസ്സവും കുഴിയൊന്നും ഇല്ലെങ്കിലും മഹ്ശറ ആകാണ്ട് നേരെ പരന്ന് കിടക്കില്ല, എന്നാലും ഒരു വടി കുത്തി വരും മനുഷ്യന്മാരെ തട്ടി തടയാക്കുക. അതല്ല അതിന് മാന, ഇതാണ് അതിന്റെ മാന. അള്ളാഹു അവന്റെ ഭാഗത്ത് നിന്ന് ബസായിർ ഇറക്കി. ഖദ് ജാഅക്കും ബസായിറു മിർ റബ്ബിക്കും. ആ ബസായിർ ഉപയോഗപ്പെടുത്താതെ ഇവിടെ അന്ധരായി കഴിഞ്ഞ ആളുകൾക്ക് അവിടെ സൗഭാഗ്യങ്ങളൊന്നും കാണാൻ പറ്റൂല. അള്ളാന്റെ തിരുവചനത്തിലേക്കുള്ള ദർശനം എന്നേക്കുമായി അവർക്ക് തടയപ്പെടുന്നതാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഇതൊക്കെ പറയുമ്പോൾ പൊന്നാര മൗലവി അമലിന്റെ മഹാത്മ്യം, ഫലായിലെ അഅമാൽ, അതൊക്കെ പറഞ്ഞാൽ പോരെ? ഈ ഈമാനിന്റെ മുകളിലുള്ള കേസൊക്കെ ഇപ്പം എന്തിനാ സാധാരണക്കാരായ ഞങ്ങളോട് പറയുന്നത്? പറയണം. കാരണം എന്താ? നമുക്ക് പുരോഗതി വേണം. ദുന്യാവിന്റെ കാര്യത്തിൽ, ഭൗതിക കാര്യത്തിൽ പുരോഗതി പ്രാപിക്കുന്ന വിഷയത്തിൽ നമ്മൾ ആരും ഉള്ളയിടത്ത് നിൽക്കാനോ താഴേക്ക് ഇറങ്ങാനോ തയ്യാറുണ്ടോ? ഉണ്ടോ? നിങ്ങളിപ്പോൾ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട്, ഉള്ളയിടത്ത് തന്നെ എന്നും നിന്നാൽ മതി എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? അല്ലെങ്കിൽ ഒന്ന് താഴേക്ക് ഇറങ്ങുക. ഇപ്പൊ കുഴപ്പമില്ലാത്തൊരു വ്യാപാരമാണ്, നാളെ തൊട്ട് ഇതിന്റെ താഴെ തട്ടിലുള്ളൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങും. അതവിടെ നിലനിർത്തിയിട്ട് ഇറങ്ങും ഒന്നുകൂടെ കൂട്ടാൻ. എന്നല്ലാതെ ഉള്ള റേഞ്ചിൽ നിന്ന്, ദുന്യാവിന്റെ പദവിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഞാനും നിങ്ങൾ ഒരുക്കല്ല. ലാഭകരമായ ബിസിനസിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ട്. എവിടെ? പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ടൗൺ ഹാളിൽ ഒരു ക്ലാസ് ഉണ്ട്. എന്താ വിഷയം? ബിസിനസ് ഡെവലപ്മെന്റ്. അവിടെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് മുറുക്കാങ്കടയുടെ ഷർത്തും ഫർദും പറഞ്ഞാൽ കേൾക്കാൻ എത്ര ആളെ കിട്ടും? എന്തിനാപ്പം അത് പഠിക്കേണ്ട കാര്യം? കൂടുതൽ ലാഭം ഉണ്ടാകുന്ന വല്ല സംഗതിയും പറഞ്ഞു തരികയാണെങ്കിൽ, അതിനുള്ള ടെക്നിക്കും പറഞ്ഞു തരികയാണെങ്കിൽ കേൾക്കാൻ ആളെ കിട്ടുമെന്ന് പറഞ്ഞ മാതിരി ആഖിറത്തിൽ നമുക്ക് അനന്തമായ അനശ്വരമായ സൗഭാഗ്യവും സന്തോഷവും വേണ്ടേ പ്രിയപ്പെട്ടവരെ? ഈ വിനീതൻ ഇവിടെ നിന്ന് മഹബത്തിൻ്റെയും മഅരിഫത്തിൻ്റെയും വിഷയം നിങ്ങളോട് ക്ലാസ് എടുക്കുമ്പോൾ പടച്ച റബ്ബാണ് നേരെ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ മൗലവി ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളെ നന്നാക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഈ വഅദ് പറയുന്നത്. പിന്നെന്തിനാ ഈ വിഷയം എന്തിനാ പറയുന്നത്? ഈ ഇൽമിന്റെ ബറക്കത്ത്, ഈ ഇൽമിന്റെ വാഹകരുടെ ബറക്കത്ത് കിട്ടാനും, ഇത് പറയുമ്പോൾ എൻ്റെ കൽബിൽ ആദ്യം ഇറങ്ങാനും, പിന്നെ ഇത് നിങ്ങൾക്കൊക്കെ ഒരു പാഠമാകാനും. ആദ്യം ഈ വഅദ് എന്നോടാ പറയുന്നത് ഞാൻ. കാരണം ഇതിൽ വളരെ കുറവുണ്ട്. ഈ എൻ്റെ മുന്നിലിരിക്കുന്ന മുഅ്മിനീങ്ങളിൽ റുബ്ബ സാമിഇൻ ഔഹാമിൻ മുബല്ലിഗിൻ എന്ന് പറഞ്ഞതുപോലെ, നിങ്ങളിൽ ഈ പാവപ്പെട്ടവനേക്കാൾ അള്ളാഹുവിനോട് ഷൗക്ക് വെക്കുന്ന, മഹബത്ത് വെക്കുന്ന, റിള വെക്കുന്ന അനേകം ആളുകൾ ഉണ്ടായിരിക്കാം. 40 മുഅ്മിനീങ്ങൾ കൂടിയ ഒരു മജ്ലിസിൽ അള്ളാഹുവിൻ്റെ ഒരു വലി ഉണ്ടായിരിക്കുമെന്നാണ് ജ്ഞാനികൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാനിത് പറയാൻ അർഹനായതുകൊണ്ടല്ല ഞാൻ എന്നോടത് ആദ്യം പറയുന്നത്. ഞാൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു സുഹൃത്ത്, നാട്ടിലുള്ളൊരു പാവപ്പെട്ട സുഹൃത്തിൻ്റെ കേസ് ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്. ഈ കഴിഞ്ഞ റമളാനിന് മുമ്പ് എന്നെ കണ്ടപ്പോൾ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ആ സുഹൃത്തിൻ്റെ ജോലി എന്താണെന്നറിയോ?
കവലകളിൽ വഅള് പറയാൻ മുണ്ട് വിരിച്ച് പിരിക്കുക. എന്ത് ആ സുഹൃത്തെ ഇടക്കോരോ കൂലിപ്പണിക്കൊക്കെ പോവും. പിന്നെ കവലകളിൽ വൈകുന്നേര സമയത്ത് ഇറങ്ങിയിട്ട് ആള് കൂടുന്ന സ്ഥലത്തിറങ്ങിയിട്ട് ആയത്തും ഹദീസും ചരിത്രമൊക്കെ പറഞ്ഞിട്ട് വഅള് പറയാ, മുണ്ട് വിരിച്ചിട്ട് പിരിവ് നടത്തുക, കിട്ടിയത് വാരി എടുത്തിട്ട് വീട്ടിൽ പോരുക. അതാ പണി. റമദാനിന് മുമ്പ് കണ്ടുമുട്ടിയപ്പോ, അല്ല ശിയാബെ റമദാനൊക്കെ അല്ലേ വരുന്നത്, സീസൺ ടൈം അല്ലേ, ഒരു വഅള് എഴുതി തരാൻ പാടില്ലേ എന്ന് എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു തൽക്കാലം ഉള്ള വഅളൊക്കെ പറഞ്ഞാൽ മതി. നേരമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഉള്ള വഅള് തട്ടി തട്ടി എല്ലായിടത്തും അതിപ്പോൾ എല്ലാ ആളുകൾക്ക് കാണാപ്പാടായിട്ടുണ്ട്, ഒന്നൊരു ചേഞ്ച് വേണ്ടേ. ഇപ്പം ഞാൻ പറഞ്ഞു പറയാത്തോടത്ത് പോയിക്കോ, ഇനിയും പറയാത്ത സ്ഥലങ്ങൾ അനേകല്ലേ. തൽക്കാലം ആ സഹോദരൻ പോയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് ഒരിക്കണ്ട് ഒരു ഷീറ്റും പേന, ഒരു പായയും പേപ്പറും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, പേനയും കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു പഠിച്ചവനെ വിചാരിച്ചൊരു വഅള് ഇങ്ങോട്ട് എഴുതിത്താ. അപ്പോൾ എനിക്ക് വലിയ തിരക്കും ഉണ്ടായില്ല, ഞാൻ എഴുതി കൊടുത്തു. ഒരു ഷീറ്റ് മുഴുവനായിട്ട് വഅള് എഴുതി കൊടുത്തു. ആളൊരു രസികനാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയാൻ 5 ദിവസം കുറവുള്ള ആൾ എന്നൊക്കെ ഇവിടെ പറയണ മാതിരി അങ്ങനെയുള്ള ആളുകളാണത് ചെയ്യുക. അപ്പോൾ ഇത് എഴുതി കൊടുത്തപ്പോൾ തമാശ രൂപത്തിൽ ഞാൻ പറഞ്ഞു കാര്യം കുഴപ്പമൊന്നുമില്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഇയാൾ ഇപ്പോൾ ഈ സംഗതി നടത്തുന്നത്. വഅള് പറഞ്ഞ് കിട്ടുന്നതിൻ്റെ ഒരു 10% 10% എനിക്ക് തരേണ്ടി വരും. അത് റമദാൻ കഴിഞ്ഞിട്ട് ഞാൻ കാണും 10% എനിക്ക് തരേണ്ടി വരും. 100 രൂപ കിട്ടിയാൽ 10 രൂപ എനിക്ക് മാറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, 20 വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ ആൾ പോയി. ഈ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞ് ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ സഹോദരനെ കണ്ടു. അല്ല നോമ്പ് കഴിഞ്ഞിട്ട് പിന്നെ മുങ്ങി നടക്കണോ, എന്ത് പറ്റി, വഅളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞത് 2 സ്ഥലത്ത് ഞാൻ പറഞ്ഞു തൽക്കാലം ആ ഇടപാടനെ നിർത്തിഞ്ഞ് വെറും കൂലിപ്പണിക്ക് പോകാൻ തീരുമാനിച്ചു. അതെന്തേ പറ്റി, വല്ലോടുന്ന ആളുകൾ ആരെയും കൈ വെച്ച സഹോദര, കൈ വെച്ചോ എന്നല്ല, ഞാൻ നിങ്ങളാ എഴുതി തന്ന വഅള് ഒരു സ്ഥലത്ത് പറഞ്ഞു, 2ാമത്തെ സ്ഥലത്തും പറഞ്ഞു ഇനി എനിക്ക് പറയാൻ കഴിയൂല. ഇത് പോയിന്റ് ഉണ്ട് ഇതിൽ, എന്താ പറയാൻ കഴിയാത്തത്? അതിങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നോട് തന്നെ പറയാണ് എന്ന് തോന്നുകയാണ്. മനസ്സിലായില്ല? ആ വഅളിൻ്റെ മുന്നിൽ കൂടിയ ആളുകളോട് ഞാൻ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നത് ഇത് എന്നോട് തന്നെയാണല്ലോ പടച്ചോനെ, മനസ്സാക്ഷി കുത്തുകൊണ്ട് എനിക്ക് വഅള് അറിയാൻ കഴിയണില്ല, ഞാൻ നിർത്തി. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ എനിക്കിത് നിർത്താനും വയ്യ, പറയാനും വയ്യ എന്നുള്ളൊരവസ്ഥയിലാണ് അപ്പം ഞാൻ ഉള്ളത്. അല്ല വഅള് അല്ലേ, വഅള് മുത്തഇലാകുന്ന ഒരു വസ്തുതയാണത്. പക്ഷെ ഇൽമിന്റെ ബറക്കത്ത്, ഈ ഇൽമിന്റെ ബറക്കത്ത് കൊതിച്ചുകൊണ്ടാണിത് പറയുന്നത്, മഹബ്ബത്തിന്റെ വിഷയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയം വളരെ ഗഹനമാണ്. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാഖീഹി. അല്ലയോ മനുഷ്യ, ഖുർആൻ വിളിക്കുകയാണ്. അല്ലയോ മനുഷ്യ ഉറങ്ങല്ലേ, അയ്യുഹ ഉണർത്തുകയാണ്. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക, നിന്റെ ഈ കഠിനാധ്വാനവും പരിശ്രമവും എന്തിനാ? ഇലാ റബ്ബിക, നിന്റെ നാഥന്റെ സന്നിധിയിലേക്കാണ് നിന്നെ അടുപ്പിക്കുന്നത്. നീ ദുന്യാവ് തേടിയാലും ആഖിറം തേടിയാലും ശൈത്താനെ തേടിയാലും പടച്ചറബിനെ തേടിയാലും നീ ഏത് മേഖലയിൽ പണിയെടുത്താലും അധ്വാനിച്ചാലും പരിശ്രമിച്ചാലും നിന്റെ സഞ്ചാരം, നിന്റെ നീക്കം, നിന്റെ പ്രയാണം ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ സന്നിധിയിലേക്കാ. മാനം കുത്തിയ വളപ്പിൽ നിന്ന് നിനക്ക് പുറത്തു പോകാൻ പറ്റൂല. പടച്ചോന്റെ കാഴ്ചയിൽ നിന്നും നിയന്ത്രണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്ക് പറ്റൂല. നീ ഏത് മാർഗത്തിൽ അധ്വാനിച്ചാലും ഇലാ റബ്ബിക, നിന്റെ നാഥന്റെ സന്നിധിയിലേക്കാണ് നീ നടന്നു വരുന്നത്. സ്വർഗത്തിന്റെ വഴിയിലൂടെ നടന്നാലും നരകത്തിന്റെ വഴിയിലൂടെ നടന്നാലും ആ യാത്ര ഇലാ റബ്ബിക, നിന്റെ നാഥനിലേക്കാണ്. ഫമുലാഖീഹി, ആ നാഥനെ നിനക്ക് കണ്ടുമുട്ടാനാകും. അധികം വൈകാതെ നിനക്ക് കണ്ടുമുട്ടാനാകും. സത്യനിഷേധികൾ നാഥനെ കണ്ടുമുട്ടുന്നത് അവന്റെ കോപത്തിന്റെ മുഖം, ശിക്ഷയുടെ ഭാഗം മാത്രം കാണുക. അല്ലാത്തവർക്ക് മുഅ്മിനീങ്ങൾക്ക് അവന്റെ തിരുവദനം ദർശിക്കാനുള്ള ചാൻസ് കിട്ടും. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്നു പറഞ്ഞു എന്ന് ഹബീബായ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാലലി ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ എന്നോട് വന്നു പറഞ്ഞു, യാ മുഹമ്മദ് ഇഷ്മാ ശിഅത, മുഹമ്മദേ അങ്ങ് ഉദ്ദേശിച്ചതുപോലെ ജീവിച്ചോളൂ. ഫഇന്നക മയ്യിത്തുൻ, അങ്ങ് മയ്യിത്തായിട്ടുണ്ട്. മുഹമ്മദേ അങ്ങ് ഇഷ്മാ ശിഅത, അങ്ങ് എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ ജീവിച്ചോളൂ. ഫഇന്നക മയ്യിത്തുൻ, എന്തുകൊണ്ട്? അങ്ങ് മയ്യിത്തായിട്ടുണ്ട്. നീ എങ്ങനെ ജീവിച്ചാലും അങ്ങ് മയ്യിത്താണ്. രണ്ടാമതായി പറഞ്ഞത്, യാ മുഹമ്മദു അഹ്ബിബ് മാ ശിഅത ഫഇന്നക മുഫാരിഖുഹു, താങ്കൾ ഇഷ്ടമുള്ളതിനെ സ്നേഹിച്ചോളൂ, താങ്കൾ ഉദ്ദേശിച്ചതിനെ സ്നേഹിച്ചോളൂ.
ഏതിനെ വേണമെങ്കിലും സ്നേഹിച്ചോളൂ. ഫഇന്നക മുഫാരിഖുഹു, ആ സ്നേഹിച്ച വസ്തുവിനെ വേർപിരിഞ്ഞു പോകേണ്ടി വരും. എന്തിനെ സ്നേഹിച്ചാലും വിട്ടുപിരിയേണ്ടി വരും. യാ മുഹമ്മദ് ഇഅ്മൽ മാ ശിഅത, നബിയെ അങ്ങ് ഉദ്ദേശിച്ചതുപോലെ അമൽ ചെയ്തോളൂ, പരിശ്രമിച്ചോളൂ, അധ്വാനിച്ചോളൂ, കർമ്മങ്ങൾ ചെയ്തോളൂ. ഫഇന്നക മുലാഖീക, അത് താങ്കളെ എപ്പോഴും കണ്ടുമുട്ടിക്കൊണ്ടിരിക്കും. അപ്പോ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്നതും വിട്ടുപിരിയാത്തതും അല്ലാഹുവിനെ കുറിച്ചുള്ള സിക്ർ, ഫിക്ർ, മഅരിഫത്ത്, ശൗഖ്, റിള, മഹബ്ബത്ത്, അതിന് വേർപാടില്ല. ഏത് ഹബീബും വേർപ്പെടും. ഏത് പ്രിയതമയോടും യാത്ര ചോദിക്കേണ്ടി വരും. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ അലിയാർ തങ്ങൾ നടത്തിയ ആ വിലാപഗീതം, വിരഹ ദുഃഖത്താലുണ്ടായ പ്രിയ സഹധർമ്മിണി, സർവോപരി അള്ളാന്റെ റസൂലിന്റെ മാണിക്യക്കല്ല് ഫാത്തിമ മോള്, തന്റെ ജീവിത പങ്കാളിയായിരുന്നു. അവരുടെ വഫാത്തിന്റെ നേരത്ത് അലിയാർ ആലപിച്ച കവിത ചരിത്ര പ്രസിദ്ധമാണ്. ലികുല്ലി ജിതിമാഇൻ ഫിൽ ഖലീലയ്യ ഫിർഖതു വകുല്ലുല്ലദീ ദൂനൽ ഫിറാഖി ഖലീലു. ഏത് ആത്മമിത്രങ്ങളും സന്ധിച്ചിട്ടുണ്ടെങ്കിലും ആ സന്ധിക്കലിൽ നിന്ന്, അവരുടെ ആ സംഗമത്തിൽ നിന്നൊരു ഫിറാഖ് അനിവാര്യമാണ്. വേർപാടില്ലാത്ത സന്ധിക്കൽ, വേർപാടില്ലാത്ത സ്നേഹബന്ധം സ്ഥാപിക്കാൻ ഉടമസ്ഥനായ റബ്ബിനോട് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് വിട്ടുപിരിഞ്ഞു പോകാത്ത സ്നേഹം, ദുന്യാവിലും ആഖിറത്തിലും ആനന്ദമുണ്ടാക്കി തരുന്ന സ്നേഹം, അത് നമ്മിൽ ഉണ്ടാകട്ടെ. അതിനുള്ള അവസരവും പ്രാർത്ഥനയും അധ്വാനവും നമ്മിൽ നിന്നുണ്ടാകണം. അള്ളാഹു അത് ഉണ്ടാക്കി തരട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ശ്രവിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ശിഹാബുദ്ദീൻ ഫൈസി, ടൗൺ ജുമാ മസ്ജിദ് ഇമാം, പെരുമ്പാവൂർ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് സ്മാർട്ട് ഫോൺസ്, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, പെരുമ്പാവൂർ. എല്ലാവിധ മൊബൈൽ ഫോണുകളും ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസുകളും മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന പെരുമ്പാവൂരിലെ ഏക സ്ഥാപനം സ്മാർട്ട് ഫോൺസ്, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, പെരുമ്പാവൂർ. ബ്രൈറ്റ് ലൈറ്റ്, വിൻവർത്ത് തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ്, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, പെരുമ്പാവൂർ.